നമസ്കാരം, ഞാൻ അജയ് ശങ്കർ, ഹോം ആൻഡ് കൊമേഴ്ഷ്യൽ ഇൻറ്റീരിയർ കൺസൾട്ടൻറ്റ്. ഡോക്ടർ ഇൻറ്റീരിയറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ വന്ന് നിൽക്കുന്നത് വിശാഖ ഇൻഡസ്ട്രീസിലാണ്. ഒരു പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ 2015 എന്ന് പറയുമ്പോൾ ഏകദേശം 6 വർഷം മുൻപ് ഞാൻ എൻ്റെ വീട് വയ്ക്കുന്ന സമയത്ത് അപ്സ്റ്റെയർ ചെയ്യുമ്പോഴേക്കും ഞാൻ പല പുതിയ പ്രോഡക്റ്റുകളെക്കുറിച്ച് അന്വേഷിച്ചു. അന്ന് അന്വേഷിച്ചപ്പോൾ ഞാൻ വളരെ കാലമായിട്ട് സെർച്ച് ചെയ്തിട്ടുള്ളൊരു പ്രൊഡക്റ്റായിരുന്നു വി ബോർഡ്, അല്ലെങ്കിൽ നമ്മുടെ സിമൻറ്റ് ഫൈബർ ബോർഡ് എന്ന് പറയുന്നത്. അന്ന് വി ബോർഡുകളെക്കുറിച്ച് ഒരുപാട് ആൾക്കാർ നല്ല അഭിപ്രായം പറഞ്ഞു, അതിലേറെ മോശം അഭിപ്രായങ്ങൾ വന്നു. അതായത് നല്ലതാണ്, മോശമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങൾ വന്നു. അപ്പോൾ നമുക്ക് എപ്പോഴും അത് പരീക്ഷിച്ച് നോക്കാൻ പറ്റുന്ന സ്ഥലം നമ്മുടെ വീടാണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് പരീക്ഷിച്ച് കളയാം. അങ്ങനെ 2015 എൻ്റെ ഒരു റൂമും ബാത്റൂം ഉൾപ്പെടെയുള്ള ആ ഒരു റൂം ചെയ്തിരിക്കുന്നത് വി ബോർഡിലാണ്. ഏകദേശം 300 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അന്നത് ചെയ്യുമ്പോൾ അന്നത്തെ വിലയിൻ പ്രകാരം 1,13,000 രൂപയൊക്കെയാണ് അന്ന് അതിനായത്. പൊട്ടിയിട്ട് ഫിനിഷ് ചെയ്യുകയായിരുന്നു ചെയ്തിരുന്നത്. ഞാൻ വിചാരിച്ചു 2-3 വർഷം കഴിയുമ്പോഴത്തേക്കും പയ്യത് പോയെന്ന് പറഞ്ഞാലും വലിയ വിഷമിക്കാനില്ല, കാര്യം 1,00,000 രൂപയൊക്കെ ആയിട്ടുള്ളൂ. പക്ഷേ ഇന്നിപ്പോൾ 6 വർഷം കഴിഞ്ഞിരിക്കുന്നു, ഒരു പ്രോബ്ലമില്ല, ഞാനത് ഉപയോഗിക്കുന്നുണ്ട്. അന്ന് പലരോടും ഇതിനെക്കുറിച്ച് ഞാൻ അന്വേഷിക്കുകയും അതിനെക്കുറിച്ച് പഠിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ അതൊരു വീഡിയോ ആക്കണമെന്ന് വിചാരിച്ചപ്പോൾ ഡയറക്റ്റ് അവരുടെ കമ്പനിയിൽ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വി ബോർഡുകളെക്കുറിച്ചാണ്. വി ബോർഡ്, വി പാനൽ, അത് എന്തിനൊക്കെ ഉപയോഗിക്കാം, എന്തിനൊക്കെ ഉപയോഗിക്കാൻ മേല, ഗുണമെന്ത്, ദോഷമെന്ത്, വിലയെത്ര എന്നൊക്കെയുള്ള പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഉണ്ടാകും. ഇതുപോലെ മികച്ച വീഡിയോസ് വരുന്ന ചാനലായിരിക്കും ഡോക്ടർ ഇൻറ്റീരിയർ. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. കൂടാതെ എല്ലാവരും ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എൻ്റെ കൂടെയുള്ള സ്വാമിനാഥൻ സാറാണ്. നമസ്കാരം. അതായത് അദ്ദേഹം നമ്മുടെ വി ബോർഡിൻ്റെ മാർക്കറ്റിംഗ് മാനേജറാണ് അല്ലേ, സെയിൽസ് മാനേജറാണ് അല്ലേ? വിശാഖ ഇൻഡസ്ട്രീസ് ലിമിറ്റഡിൻ്റെ എറണാകുളം മാർക്കറ്റിംഗ് ഓഫീസിലെ സെയിൽസ് മാനേജറാണ് ഞാൻ. നമുക്ക് ഇതിനകത്ത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം സിമൻറ്റ് ഫൈബർ ബോർഡ് എന്ന് കേട്ടിട്ടുണ്ട്, അതെ, വി ബോർഡ് എന്നും കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് തമ്മിൽ പലപ്പോഴും ഒരു ഡിഫറൻസ് തിരിച്ചറിയാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ഞാനിത് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് 2015 ഇതെന്താണെന്ന് ഞാൻ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയുന്നത്. എന്താണ് വി ബോർഡ്? വി ബോർഡ് എന്ന് പറയുന്നത് സിമെൻറ്റും സെല്ലുലോസ് ഫൈബറും കൂടെയുള്ള ഒരു മിക്സറാണ്. ഇത് വിശാഖ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു ബ്രാൻഡാണ് വി ബോർഡ്. വി ബോർഡ് എന്ന പേരിൽ ഇപ്പോൾ ബാക്കിയുള്ള ഫൈബർ സിമെൻറ്റ് ബോർഡ് ബ്രാൻഡ്സും വിൽക്കുന്നുണ്ട്. പക്ഷേ ശരിക്കും വി ബോർഡിൻ്റെ ക്രെഡിറ്റ് വിശാഖ ഇൻഡസ്ട്രീസ് ലിമിറ്റഡിനുള്ളതാണ്. സിമെൻറ്റും സെല്ലുലോസ് ഫൈബറും കൂടെയുള്ള മിശ്രിതമാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇത് തീ പിടിക്കില്ല, ചെതൽ പിടിക്കില്ല, വെള്ളം നനഞ്ഞാൽ കുഴപ്പമില്ല. അതായത് വാട്ടർ, ഫയർ ആൻഡ് ടെർമൈറ്റ് റിട്ടാർഡൻറ്റ് ബോർഡ്സാണ് ഞങ്ങളുടെ. അതായത് ഇങ്ങനെ പറയാൻ പറ്റും, നമ്മുടെ ഇപ്പോൾ എല്ലാവരും പറയുന്നത് പോലെ മൾട്ടിവുഡ് അല്ലെങ്കിൽ ഉജാല എന്നൊക്കെ പറയുന്ന പോലെ ഒരു ബ്രാൻഡ് നെയിമാണ് ആക്ച്വലി. അങ്ങനെയാണ് ഇപ്പോൾ വി ബോർഡ് പരക്കെ അറിയപ്പെടുന്നത്. ഇതിൽ ഞാൻ നമ്മുടെ തംബ്നെയിലിൽ എഴുതിയിരുന്നു, അതായത് കിച്ചൺ മുതൽ വീട് വരെ ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ്. അതെ, ഞങ്ങളിതിനെ രണ്ടായിട്ടാണ് തിരിക്കുന്നത്. ഒന്ന് എക്സ്റ്റീരിയർ എന്നുള്ള നിലയ്ക്കും, രണ്ട് ഇൻറ്റീരിയർ എന്നുള്ള നിലയ്ക്കും. അതെ. അപ്പോൾ സാർ, നമുക്കിതിൻ്റെ എക്സ്റ്റീരിയർ ആയിട്ട്, അതായത് എങ്ങനെയൊക്കെയാണ് നമുക്കിത് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് ഒരു വീടിന് പുറംഭിത്തി നമ്മുടെ ബോർഡ് കൊണ്ട് ചെയ്യാം. ഞങ്ങൾക്ക് തന്നെ വി ബോർഡിൻ്റെ റെഗുലർ വി ബോർഡും ഉണ്ട്, വി ബോർഡ് പ്രീമിയം ഉണ്ട്. വി പ്രീമിയം എന്നാണ് നമ്മൾ പറയുന്നത്. നമുക്കത് എക്സ്റ്റീരിയർ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. ഇത് കൂടാതെ നമ്മൾക്ക് വി പാനൽ എന്ന് പറഞ്ഞ റെഡിമെയ്ഡ് വാൾ പാർട്ടീഷൻസ് ഉണ്ട്. 50 mm കനത്തിലും 100 mm കനത്തിലും 75 mm കനത്തിലും ഇത് അവൈലബിൾ ആണ്. സാധാരണ 50 mm 75 mm ആണ് ഉപയോഗിക്കുന്നത്. കൂടാതെ വി ഇൻഫിൽ എന്ന് പറഞ്ഞ് സൈറ്റിൽ നമുക്ക് നമ്മുടെ തിക്നെസ് അനുസരിച്ച് 90 mm തിക്നെസ്സുള്ള ഇത് ട്യൂബ്സാണ് ഉപയോഗിക്കുന്നതിന്. അതിൽ 8 mm ബോർഡ്സ് 2 സൈഡും വെച്ച് പിടിപ്പിച്ച് ഭിത്തി നമുക്ക് റെഡിയാക്കാൻ പറ്റും. അതായത് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. അത് വി പാനൽ എന്നുള്ള ആ ഒരു സെക്ഷനിൽ വരുന്ന പ്രോഡക്റ്റ് കസ്റ്റമൈസ് ചെയ്തെടുക്കാം. അതിന് വി ഇൻഫിൽ എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇതിനകത്ത് തന്നെ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. നമ്മുടെ ഇപ്പോൾ പല ആൾക്കാരും ഞാൻ കണ്ടിട്ടുണ്ട്, കുമരകം ഏരിയയിലൊക്കെ പല സ്ഥലങ്ങളിൽ 1-2 വീടുകൾ നമ്മുടെ വി ബോർഡ് വെച്ച് ചെയ്ത് കണ്ടിട്ടുണ്ട്. ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് ഒന്ന് ചുരുക്കി പറയാൻ പറ്റും? വി ബോർഡ് നമുക്ക് 10 mm ബോർഡ് 2 സൈഡും സ്ക്വയർ ട്യൂബിൽ പിടിപ്പിച്ചാൽ നമുക്കത് ഭിത്തിയായിട്ട് ഉപയോഗിക്കാം. ഈ വെള്ളം നനഞ്ഞാൽ കുഴപ്പമില്ല എന്നൊരു ഗുണം ഇതിനുള്ളതുകൊണ്ട് നമുക്കിത് എക്സ്റ്റീരിയർ ആയിട്ടും ഉപയോഗിക്കാം. എക്സ്റ്റീരിയർ ആയിട്ട് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ മേലെ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ സാധാരണ നമ്മുടെ വീടുകളിലുള്ള ഭിത്തി പോലെ തന്നെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. സിമെൻറ്റ് വാൾ തന്നെയാണത്. പക്ഷേ ഇതിൻ്റെ കുറവ് കണ്ടാണ് സാധാരണക്കാർക്കൊരു സംശയം ഉണ്ടാവുന്നത്. ബാക്കിയെല്ലാം സാധാരണ ഭിത്തി പോലെ തന്നെയാണത്. Okay. Now, this load bearing correct clear. Compressive strength. We can exterior wall, we can
പാരാമീറ്റേഴ്സ് കറക്റ്റ് ആണോ എന്ന് നോക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതായത് പാർട്ടീഷനായിട്ട് യൂസ് ചെയ്യുക, എക്സ്റ്റീരിയറായിട്ട് യൂസ് ചെയ്യുക അല്ലേ? യൂസ് ചെയ്യാം. ഞാൻ ആദ്യം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരുന്നു എൻ്റെ വീടിൻ്റെ ചെയ്തിരിക്കുന്നത് ഈ ഒരു പ്രൊഡക്റ്റാണ്. ഒരു 6-7 വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നു. ഇതിൽ നമുക്കൊരു വയറിംഗ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഞാൻ പുറത്തു കൂടെയാണ് ചെയ്തിരിക്കുന്നത്, അല്ലാതെ എങ്ങനെ ഇത് ചെയ്യാൻ സാധിക്കും? നമുക്ക് 10 mm ബോർഡ് രണ്ടായിട്ട് നമ്മൾ 2 സൈഡും വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഹോളോ ആയിരിക്കും. അങ്ങനെ ചെയ്യാം. നമ്മുടെ 75 mm പാനലാണെങ്കിൽ നമുക്കത് തുളച്ച് അതിലേക്ക് ചെയ്യാം. വി പാനലാണ് തുളച്ച് ചെയ്യാം. അങ്ങനെ തന്നെ ഇരിക്കത്തക്ക രീതിയിൽ ചെയ്യാൻ പറ്റും. അതേപോലെ വി ഇൻഫിൽ ആണെങ്കിലും നമുക്ക് നേരത്തെ ഡയഗ്രാം കിട്ടുവാണെങ്കിൽ നമുക്ക് അതിലേക്ക് നമ്മുടെ ട്യൂബ് റൺ ചെയ്തിട്ട് നമുക്ക് കൺസീൽഡ് വയറിംഗ് ചെയ്യാൻ പറ്റും. കൺസീൽഡ് ആയിട്ടും ചെയ്യാം, അല്ലാതെ നമ്മൾ എക്സ്റ്റീരിയർ ആയിട്ടും പുറമേയും നമുക്ക് ചെയ്യാൻ പറ്റും. 2 രീതിയിലും ചെയ്യാൻ സാധിക്കും അല്ലേ? എനിക്ക് ചോദിക്കാനുള്ള ഒരു പ്രധാന ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരു പക്ഷേ ഇത് ഉപയോഗിച്ച ആൾക്കാർക്കും ഒരുപാട് ആൾക്കാർക്ക് ഒരു അഭിപ്രായം പറയുന്ന സംഗതിയാണ്. നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും പലപ്പോഴും ഇപ്പോൾ രാവിലെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് പയ്യെ ഒന്ന് ഗ്യാപ്പ് വരും. അതിനുശേഷം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അത് വീണ്ടും പഴയ പോലെ തന്നെയാവും. അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? അത് നമ്മൾ 2 റിജിഡ് മെറ്റീരിയൽ തമ്മിൽ ചേർത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വർക്ക് ചെയ്യുമ്പോൾ തന്നെ നല്ല ഗ്യാപ്പ് ഫില്ലർ ഉപയോഗിക്കാം. എലാസ്റ്റിസിറ്റി ഉള്ള ഗ്യാപ്പ് ഫില്ലർ ഉപയോഗിക്കണം എന്നാണ് നമുക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. അപ്പോൾ 2 ബോർഡിൻ്റെ ഇടയ്ക്ക് വരുന്ന ഗ്യാപ്പ് ഫില്ലറിലാണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ തന്നെ നല്ല പുട്ടി അല്ലെങ്കിൽ PUC സീലൻ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ പ്രശ്നം ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റുമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അതായത് നമ്മുടെ മാർക്കറ്റിൽ സുലഭമായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്ന സാധാരണ എല്ലാ കടകളിലും PU സീലൻ്റ് പെയിൻറ്റ് ഈ ഷോപ്പുകളിൽ ഇത് ലഭ്യമാണ്. ചോദിച്ച് വാങ്ങിക്കണമെന്ന് മാത്രം. ഇതൊരു പ്രധാന സംഗതിയാണ്. കാര്യം പലപ്പോഴും പലരായിട്ട് പറഞ്ഞു കേട്ടിട്ടുള്ള, എനിക്കും ഏകദേശം ഞാൻ അനുഭവിച്ചിട്ടുള്ള ഒരു സംഗതിയാണ്. സോ ഇത് അതിനൊരു സൊല്യൂഷനാണ് എന്ന് ഞാനും വിചാരിക്കുന്നു. അതെ, ഇതൊരു സൊല്യൂഷനാണ്. വർക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മളത് ശരിക്കും ഈ ഫില്ലർ നന്നായിട്ട് ഉപയോഗിച്ച് പോവുകയാണെങ്കിൽ ഭാവിയിൽ ഒരു പരിധി വരെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ അറിവ്. ഞാനും എൻ്റെ വീട്ടിൻ്റെ മേലെ റൂഫ് ടോപ്പ് ചെയ്തിട്ടുണ്ട്, ഇതുവരെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. സാർ, നമ്മളിപ്പോൾ പറഞ്ഞത് എക്സ്റ്റീരിയർ ആപ്ലിക്കേഷനാണ്. എക്സ്റ്റീരിയർ ആപ്ലിക്കേഷൻ വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് നമ്മുടെ വി പാനലിൻ്റെ തിക്നെസ്സും കാര്യങ്ങളും പറഞ്ഞു, കസ്റ്റമൈസ് ചെയ്യാന്ന് പറഞ്ഞു. ഈ ബോർഡിൻ്റെ തിക്നെസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 4 mm തൊട്ടാണ്. അതെ, 4 mm മുതലാണ്. 4 mm 6 mm നമ്മൾ ഫാൾ സീലിങ്ങിനാണ് ഉപയോഗിക്കുന്നത്. പിന്നെ 8 mm 10 mm നമ്മൾ പാർട്ടീഷന് ഉപയോഗിക്കും. 12 mm റൂഫ് അണ്ടർലേ ചെയ്യാൻ ഉപയോഗിക്കും. റൂഫ് അണ്ടർലേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷിംഗിൾസ് ഒട്ടിക്കുക. അതായത് സൺലൈറ്റിനോ റെയിനോ എക്സ്പോസ് ആവരുത്, അത് പ്രൊട്ടക്ട് ചെയ്യാനാണ് നമ്മൾ ഷിംഗിൾസോ റൂഫ് ടൈലോ ഉപയോഗിക്കുന്നത്. അപ്പോൾ 12 mm ഉപയോഗിച്ച് നമുക്ക് റൂഫ് അണ്ടർലേ ചെയ്യാം. 16 mm 18 mm നമ്മൾ കിച്ചൺ ക്യാബിനറ്റ്സും വാർഡ്രോബ്സും ചെയ്യാനായിട്ട് ഉപയോഗിക്കും. 18 mm 20 mm 25 mm മെസ്റൈൻ ഫ്ലോറിങ്ങിന് ഉപയോഗിക്കാം. 2x2 സ്ക്വയർ ഗ്രിഡിൽ നമ്മൾ 18 mm ബോർഡ് ലേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 350 കിലോ വരെ അത് ലോഡ് ബെയറിംഗ് ആണ്. ഇപ്പോൾ തട്ട് തിരിക്കുക എന്ന് പറയും സാധാരണ മലയാളത്തിൽ, മെസ്റൈൻ ഫ്ലോറിംഗ് എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക. അപ്പോൾ അതിൻ്റെ മേലെ നമ്മൾ ഒരു ടൈലും കൂടെ വിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ നമ്മുടെ ഫ്ലോർ പോലെ നമുക്ക് അത് ഉപയോഗിക്കാം, ഭംഗിയായിട്ട് ഉപയോഗിക്കാം. ഇതിൽ നമുക്ക് അടുത്ത ഇനി ഇന്റീരിയർ ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് പല വീടുകളിലും ഇന്റീരിയറിൽ സാധാരണ രീതിയിൽ നമ്മൾ കിച്ചൺ കബോർഡ്സ് ഒക്കെ ചെയ്യുന്ന പ്ലൈവുഡ് വെച്ച് ചെയ്യുന്നുണ്ട്, ACP, അതുപോലെ അലൂമിനിയം, പിന്നെ MDF HDF, അതുപോലെ ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ട്. പക്ഷേ ഈ പ്രോഡക്റ്റ് വെച്ച് കിച്ചൺ ക്യാബിനറ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്? കൃത്യമായിട്ടുള്ള ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഒന്ന് പറയാമോ? കിച്ചൺ ക്യാബിനറ്റ്സ് നമുക്ക് 16 mm 18 mm ഉപയോഗിച്ച് ചെയ്യാം. ഇത് നമുക്ക് 2x4 അല്ലെങ്കിൽ 2x6 എന്ന ലെങ്ത്തിലും വിഡ്ത്തിലുമാണ് കട്ട് ചെയ്യുക, നമ്മുടെ സ്ലാബ്സ് ഇടുക. അപ്പോൾ നമ്മൾ ബോക്സ് മാത്രമാണ് 16 mm 18 mm ഉപയോഗിക്കാൻ പറയുന്നത്. കാരണം ഈ ബോർഡ് വെയിറ്റ് ഉള്ള സാധനമാണ്. അപ്പോൾ ഇതിന് ഡോറ് ആയിട്ട് ഉപയോഗിക്കാൻ നമ്മൾ പറയുന്നില്ല. നമ്മൾ പറയുന്നത് അതിൻ്റെ ബോക്സ് മാത്രമായിട്ട് 16 mm 18 mm ഉപയോഗിക്കുക. ഇതിൻ്റെ ഗുണം, നമ്മൾ വെള്ളം നനഞ്ഞാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു, ഇതിന് പെയിൻറ് ചെയ്യാം, ചെതലും പിടിക്കില്ല. നമ്മൾ കിച്ചണിലാണെങ്കിൽ നമ്മുടെ വീട്ടിലെ നിത്യപോയ സാധനങ്ങൾ വെക്കാം. വാർഡ്രോബായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ തുണികളും പേപ്പേഴ്സും എല്ലാം ഉപയോഗിക്കാം. തീ പിടിക്കുകയോ ചെതൽ പിടിക്കുകയോ ഒന്നും സംഭവിക്കില്ല. അതാണ് ഇതിൻ്റെ മെച്ചം. അപ്പോൾ ഇത് ഞാൻ ചോദിച്ചോട്ടെ, ഇത് ഫിനിഷ് ചെയ്യുന്നത് പുട്ടിയിട്ട് ഫിനിഷ് ചെയ്യുവാണോ നമുക്ക് അഡ്വൈസബിൾ ആയിട്ടുള്ളത്? ഇതിൽ പുട്ടിയിടാം, പെയിൻറ് ചെയ്യാം, പോളിഷ് ചെയ്യാം, വിനീർ ഒട്ടിക്കാം, ഏത് തരം ലാമിനേറ്റ്സ് വേണേൽ ഒട്ടിക്കാം. മൈക്ക ലാമിനേറ്റ് ഒട്ടിക്കാം, ഇതിൻ്റെ മേലെ ഒട്ടിക്കാം. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ സ്ക്രൂ ചെയ്യുന്നു.
അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ഒരു ഷേപ്പിൽ സ്ക്രൂ ചെയ്യുമ്പോഴത്തേക്കും അതിന് നമ്മൾ എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്? ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഇത്? സ്ക്രൂസ് നമ്മൾ വന്നിട്ട് തിക്നെസ് കുറഞ്ഞ ഭാഗത്ത് ഇങ്ങനെ കയറ്റി പിടിപ്പിക്കാം, സ്ക്രൂ ചെയ്യാം. ഡയറക്റ്റ് ആയിട്ട് ഇവിടെ നമുക്ക് സ്ക്രൂ ചെയ്യാം. നെയിലിംഗ് അനുവദനീയം അല്ല, നമുക്ക് സ്ക്രൂ ചെയ്യണമാണ് അഭികാമ്യം. സെൽഫ് അടിക്കാം. സെൽഫ് സ്ക്രൂസ് ആണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. അതെ അതെ. ഓക്കെ. ഇതിന് ഡോർ ഇപ്പൊ ഇതുകൊണ്ട് ഡോർ ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞു. ഡോർ ചെയ്യാൻ പറ്റില്ല എന്നല്ല, ഡോർ ചെയ്താൽ ഇതിന് കനം കൂടുതലാണ്, അപ്പോൾ വെയിറ്റ് കൂടുതലാവും. അപ്പോൾ നമുക്ക് അതിന് PVC-യോ അല്ലെങ്കിൽ ഹൈലം ഷീറ്റ്സോ അങ്ങനെയുള്ള ഡോർ ഉപയോഗിക്കണമായിരിക്കും നല്ലത്. ACPO അങ്ങനെയുള്ള സാധനങ്ങൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതായിരിക്കും വീട്ടിൽ ഉപയോഗിക്കുന്നവർക്ക് സൗകര്യം. കിച്ചൺ ക്യാബിനറ്റ്സ് ചെയ്യുമ്പോൾ നമുക്ക് ഭിത്തി തുറന്ന് അതിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. ഇതിൻ്റെ മെച്ചം എന്താ വെച്ചാൽ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ഉള്ള കോസ്റ്റ് വൈസ് വില കുറവുള്ള ഒരു സാധനമാണ് വി ബോർഡ്. സാർ, ഇപ്പോൾ പ്രൈസിൻ്റെ കാര്യം ഒരു ലോവർ പ്രൈസ് എന്ന് പറഞ്ഞു. എത്ര രൂപയാണ് നമ്മുടെ ഒരു 16mm ഷീറ്റ്? 16mm ഷീറ്റും 18mm ഒക്കെയാണ് ഇതിന് സാധാരണ യൂസ് ചെയ്യുന്നത്. അതെ. ഏകദേശം എത്ര രൂപ? 18mm ഏകദേശം 65 രൂപ വരും സ്ക്വയർ ഫീറ്റിന്. അത് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ബാക്കിയുള്ള പ്രോഡക്റ്റ് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ചീപ്പറാണ്. അത് മാത്രമല്ല, ഇതിപ്പോൾ നോർമലി നമ്മളൊരു പ്ലൈവുഡ്, ഒരു മറൈൻ പ്ലൈവുഡ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 100 രൂപ സ്ക്വയർ ഫീറ്റ് ഏറ്റവും കുറഞ്ഞ മറൈൻ പ്ലൈവുഡിന് വരും. ഇനി ഫുൾ കറങ്ങിനൊക്കെയാണ് 170 രൂപ 150 രൂപയാണ് സ്ക്വയർ ഫീറ്റ് റേറ്റ്. അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഏകദേശം പകുതി പ്രൈസിന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ് ഇതല്ലേ? അതെ. ഏകദേശം 135 രൂപയ്ക്ക് നമുക്കൊരു കിച്ചൺ ക്യാബിനറ്റോ വാർഡ്രോബോ 18mm കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റും. അതായത് മൊത്തം ലേബർ ഉൾപ്പെടെയുള്ള എല്ലാ ലേബർ ഉൾപ്പെടെ പെയിന്റിംഗ് ഇല്ലാതെ. ഓക്കെ. നമുക്ക് ഇതല്ലെന്നുണ്ടെങ്കിൽ 65 രൂപയ്ക്ക് സ്ക്വയർ ഫീറ്റിന്. അതെ. അപ്പോൾ സാർ, ഇനി അടുത്തത് പാർട്ടീഷനാണ്. ഇപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ, വീടല്ല, ഇപ്പോൾ നമ്മൾ കൊമേഴ്ഷ്യൽ ആയിക്കോട്ടെ, ഒരുവിധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ്. അതെ. കാര്യം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഏത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴും ഡ്യൂറബിലിറ്റി വേണം. രണ്ട്, അതിൻ്റെ പ്രൈസിംഗ് കൂടെ നമ്മൾ നോക്കിയിട്ടാണ്. എങ്ങനെയാണ് ഇതിൻ്റെ പാർട്ടീഷൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് സാധാരണ പാർട്ടീഷൻ ചെയ്യുന്നത് ഡബിൾ സ്കിൻ പാർട്ടീഷനാണ് ചെയ്യുന്നത്. 8mm 10mm ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ശബ്ദം കുറയ്ക്കണം എങ്കിൽ അതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്ക്, അതായത് ഈ ഗ്യാപ്പിൽ നമുക്ക് റോക്കോള് ഉപയോഗിക്കാം, ശബ്ദം കുറയും. പിന്നെ നമ്മളിത് പുറമെയാണ്, എക്സ്റ്റീരിയർ വാളായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് പുറത്തുനിന്നുള്ള ചൂട്, നമ്മുടെ ബോർഡ് ഫൈബർ സിമെൻറ്റ് ബോർഡ് ഉള്ളിൽ തെർമൽ കണ്ടക്ടിവിറ്റി കൂടുതലുള്ളതാണ്, അകത്തോട്ട് ചൂടിനെ കടത്തിവിടില്ല. അതുപോലെ അകത്തുള്ള ശബ്ദം പുറത്തേക്ക് പോവില്ല. അതായത് ഒരു അക്വസ്റ്റിക് ബിഹേവിയർ ഉണ്ടെന്ന് നമുക്ക്. യെസ്, അക്വസ്റ്റിക് ബിഹേവിയർ ചെയ്യാം, അക്വസ്റ്റിക് പാർട്ടീഷൻ നമുക്ക് ചെയ്യാം. ഇതിനകത്ത് ആസ്ബെസ്റ്റോസ് എന്ന് പറയുന്ന കണ്ടന്റ് ഉൾപ്പെടുന്നുണ്ട്. ഇത് ആസ്ബെസ്റ്റോസ് കണ്ടന്റ് ഇല്ലാത്ത പ്രൊഡക്റ്റാണ്. നമ്മൾ ഗ്രീൻ പ്രോ സർട്ടിഫിക്കറ്റ് ഉള്ള പ്രൊഡക്റ്റാണ്. ഗ്രീൻ ബിൽഡിംഗ് കൗൺസിൽ അവരാണ് ഈ എക്കോ ഫ്രണ്ട്ലി പ്രൊഡക്റ്റിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുക. അവരുടെ സർട്ടിഫിക്കറ്റ് നമ്മൾക്കുണ്ട്. നമ്മൾ ആ കൗൺസിലിൽ അംഗമാണ്. അതായത് ISIയുടെ ഒരു ബ്രാൻഡുള്ള ഇന്ത്യൻ ഗവൺമെന്റിന്റെ BISന്റെ അണ്ടറിലുള്ള ഒരു പ്രൊഡക്റ്റ്. സ്വാഭാവികമായിട്ടും ആൾക്കാർ നോക്കുമ്പോൾ ഇപ്പോൾ ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പലപ്പോഴും എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. അതാണ് ഞാനത് എടുത്ത് ചോദിക്കാൻ കാര്യം. ഇത് ഫുഡ് മാനുഫാക്ചറിങ് യൂണിറ്റ്സിൽ, അതുപോലെ നമ്മുടെ കേരളത്തിലൊക്കെ കൂടുതൽ ചെമ്മീൻ പീലിംഗ് ഷെഡൊക്കെ ഉണ്ടാവും. അവിടെ എല്ലാം ഉപയോഗിക്കാൻ പറ്റിയ പ്രൊഡക്റ്റാണ് വി ബോർഡ്. ഇപ്പം നമ്മളിപ്പോൾ വി ബോർഡിൻ്റെയാണ് പറഞ്ഞത്. അടുത്ത് വരുമ്പോൾ ഈ പാനൽ വെച്ച് നമുക്ക് പാർട്ടീഷൻസ്, വി പാനൽ വെച്ച് നമുക്ക് പാർട്ടീഷൻ ചെയ്യാം. വി പാനൽ നമുക്ക് 3 തിക്നെസ് ഉണ്ട്: 50mm, 75mm, 100mm. ഈ 50mm പാനലിൽ നമുക്ക് ഭിത്തി ചെയ്യുവാണെങ്കിൽ 60 മിനിറ്റ് വരെ നമുക്കിത് ഫയർ റിട്ടാർഡൻസി ഉണ്ട്. 75mm ആണെങ്കിൽ 2 മണിക്കൂർ വരെ ഫയർ റിട്ടാർഡൻസി ഉണ്ട്. അതുപോലെ നേരത്തെ വി ബോർഡിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ ഇത് ശബ്ദം കുറയ്ക്കും. പുറത്തെ ചൂട് 6 ഡിഗ്രി വരെ 50mm-നും 9 ഡിഗ്രി വരെ 75mm-നും കുറയ്ക്കാൻ വി പാനൽ ഭിത്തികൾക്ക് കഴിയും. അതിനുള്ളിലുള്ള ആ ഒരു പാർട്ടിക്കിൾ തന്നെയാണ് അതിനെ സഹായിക്കുന്നത്. ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് സാധാരണക്കാരന് അറിയാൻ പറ്റും ഇത് തെർമോക്കോളാണെന്ന്. ഇതിന് ഞങ്ങൾ പോളിസ്റ്റീൻ ബീഡ്സ് എന്നാണ് പറയുക. ഇതിൽ കാണുന്ന ഈ തെർമോക്കോൾ അല്ലെങ്കിൽ പോളിസ്റ്റീൻ ബീഡ്സ് ഉപയോഗിക്കുന്നത് മൊത്തത്തിലുള്ള തെർമൽ കണ്ടക്ടിവിറ്റി കുറയ്ക്കും, അതായത് ചൂട് കുറയ്ക്കും. വി ഇൻഫിൽ എന്ന് പറയുന്നത് നമ്മുടെ കസ്റ്റമൈസ്ഡ് വെർഷൻ ഓഫ് വി പാനൽ. ഇത് സൈറ്റിൽ പോളിസ്റ്റീൻ ബീഡ്സും സിമെൻറ്റും നമ്മുടെ സ്റ്റീൽ ഫ്രെയിമിൽ 2 സൈഡും ബോർഡ് വെച്ചിട്ട് ആ ഗ്യാപ്പിലേക്ക് ഫില്ല് ചെയ്ത് ഒരു വാൾ ഉണ്ടാക്കാവുന്നതാണ്. ഇതിൽ എവരി 2 ഫീറ്റ് വെർട്ടിക്കൽ ഫ്രെയിംസ് വരും. അതേപോലെ 2 അടി കൂടുമ്പോൾ 8mm-ൻ്റെയോ 10mm-ൻ്റെയോ TMT ബാർസ് അതിൽ ഇൻസേർട്ട് ചെയ്യും. കോൺക്രീറ്റ് വാള് അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടാനായിട്ടാണ് ഈ വി ഇൻഫിൽ വാള് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. പാർട്ടീഷനായിട്ട് ഉപയോഗിക്കുന്ന 3ാമത്തെ പ്രൊഡക്റ്റ് ആണ്. അതെ അതെ. ഇന്റീരിയറിൽ ഇപ്പോൾ സാറേ നമ്മൾ ആക്ച്വലി കിച്ചൺ കബോർഡ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു, പാർട്ടീഷൻ ചെയ്യുന്നതിനെ കുറിച്ച്. ഇതിലൊന്നും തീരുന്നില്ല. അടുത്തത് നമുക്ക് സീലിംഗ് ഉണ്ട്.
സീലിംഗ് നമുക്ക് നമ്മുടെ പ്ലെയിൻ സീലിംഗ് ഉണ്ട്, 4mm ബോർഡ് ഉപയോഗിച്ച് ചെയ്യാം. ഡിസൈനർ ബോർഡ്സ് ഉണ്ട്, ലേക്ക് ആൻഡ് ഹില്ല്, ഓഷ്യാനിക് എന്ന് പറഞ്ഞിട്ട്. ഇത് സാധാരണ വൈറ്റ് പ്രൈമേഡ് കളറിലാണ് വരിക. 2x2 ഫ്രെയിമിൽ അലുമിനിയം ചാനൽസോ അല്ലെങ്കിൽ ജിപ്സത്തിൻ്റെ ചാനൽസോ ഉപയോഗിച്ചിട്ട് സാധാരണ സീലിംഗ്, പണ്ട് നമ്മൾ തെർമോക്കോളിലൊക്കെ സീൽ ചെയ്ത പോലെയുള്ള സീലിംഗ് ചെയ്യാൻ പറ്റിയ മെത്തേഡാണത്. ഇതിൻ്റെ മെച്ചം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വല്ല റിപ്പയറൊക്കെ ചെയ്യണമെങ്കിൽ ഒരു 2x2 ടൈല് മാറ്റിയിട്ട് നമുക്ക് അത് ആ ഭാഗം മാത്രം പുതിയ ടൈലിടാം, അല്ലെങ്കിൽ ആ ഭാഗത്തെ ലൈറ്റുകൾ മാറ്റി പിടിപ്പിക്കാം. അങ്ങനെയുള്ള അഡ്വാൻറ്റേജ് ഉണ്ട്. വർക്കബിലിറ്റിയാണ് നമ്മൾ മെയിനായിട്ട് ഈ ടൈലിംഗ് റൂഫ് കൊണ്ട്, ഫാൾ സീലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇതിൽ പാനലിംഗ് ലൈറ്റുകളെല്ലാം ചെയ്യാനും സാധിക്കും, ലൈറ്റുകളൊക്കെ ഇട്ട് പോകാൻ സാധിക്കും. എല്ലാ തരത്തിലും നമുക്കൊരു എങ്ങനെ സീലിംഗ് എത്രമാത്രം ഉപകാരപ്പെടുന്നു അതുപോലൊക്കെ നമുക്ക് ഇത് ഉപകാരപ്പെടുന്ന പ്രൊഡക്റ്റ് ആണ്, ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിനിപ്പോൾ നമുക്ക് ഇതിന് യൂസ് ചെയ്യുന്ന 3mm 4mm തിക്നെസ് ആണ് വരുന്നത്. 2x2 ആണ് അതിൻ്റെ സൈസ്. നമുക്ക് വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് ഉണ്ട്. പ്ലാങ്ക്സ് എന്ന് പറയും, VT പ്ലാങ്ക്സ് ആണ്. ഇത് പ്ലെയിൻ ആയിട്ടും വരുന്നുണ്ട്, നമുക്ക് ഇപ്പോൾ കളേർഡും വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെച്ചം എന്താ വെച്ചാൽ നമുക്കിത് ഇൻറ്റീരിയർ വാൾ പാനലിംഗ് ചെയ്യാം. പിന്നെ എക്സ്റ്റീരിയർ ആകുമ്പോൾ നമുക്ക് ഗാർഡൻ ഫെൻസിങ് അല്ലെങ്കിൽ ഗേറ്റിൽ പിടിപ്പിക്കാം. അതുപോലുള്ള മെറ്റീരിയലാണിത്. പ്രീമിയം പ്രൊഡക്റ്റാണത്. സോ എക്സ്റ്റീരിയർ ഗ്രേഡ് മെറ്റീരിയലാണ്. നമുക്ക് മഴ നനഞ്ഞാലോ വെള്ളം വീണാലോ ഒന്നും കുഴപ്പമില്ല. പിന്നെ നമുക്കുള്ളൊരു ഐറ്റം, ഇതൊരു ഡിസൈനാണ്. ഇതിന് സാൻഡ് സ്റ്റോൺ എന്നാണ് പറയുക. ഇത് നമുക്ക് ഭിത്തിയിൽ പിടിപ്പിക്കാം, എന്നിട്ട് നമുക്ക് പെയിൻറ്റ് ചെയ്യാം. ഇതുപോലെ പെയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇഷ്ടിക കൊണ്ട് ഭിത്തി പണിത ഒരു ലുക്ക് അല്ലെങ്കിൽ ഒരു ഫീല് നമുക്ക് കിട്ടും. അതായത് നമ്മുടെ പുറകിലിരിക്കുന്ന പ്രൊഡക്റ്റ് വളരെ കാലങ്ങൾക്ക് മുന്നേ ഇവിടെ ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റ്. അതെ അതെ. ഇനി ഇതിന്റെ പെയിന്റ് ഒന്ന് മാറ്റി ചെയ്താൽ എങ്ങനെ വേണം നമുക്ക് കളർ ചെയ്യാം. എല്ലാം നമ്മുടെ സാധാരണ ഭിത്തികൾ പെയിന്റ് ചെയ്യണ പോലെ പെയിന്റ് ചെയ്യാമെന്നാണ് വി ബോർഡിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അതായത് ഷോവാളുകളിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണ്. അതെ. ഇത് പ്ലാങ്കിലൊക്കെ വരുമ്പോഴത്തേക്ക് ഏകദേശം എന്ത് റേറ്റ് ആണ് വരിക? നമുക്ക് സാധാരണ വൈറ്റ് കളേർഡ് പ്ലാങ്ക്, സാധാരണ പ്ലാങ്കിന് ഏകദേശം 250 രൂപ ഒരു പീസിന് വരുന്നുണ്ട്. കളേർഡ് ആണെങ്കിൽ 400 രൂപയ്ക്ക് അടുത്ത് വരും ഒരു പ്ലാങ്കിന്. ഈ ഒരു പ്രൊഡക്റ്റിനോ നമ്മളിപ്പോൾ ഇത് നമ്മൾ 8x4 ആണ്. ഇതിന് സ്ക്വയർ ഫീറ്റിന് ഏകദേശം 65 രൂപ വരും. 65 രൂപ നമ്മുടെ വി ബോർഡിന്റെ ആ റേറ്റ് തന്നെ വരുന്നു. അതെ, ഇത് പ്രീമിയം ക്വാളിറ്റി ആണ്. ഇതിന് ഡിസൈനും ഉണ്ട്. വി ബോർഡ് പിന്നെ വി പ്രീമിയം, ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം എന്തുവാ? വി ബോർഡിലുള്ള ഫ്ലൈ ആഷ് കണ്ടന്റിനേക്കാളും കുറവായിരിക്കും ഈ പ്രീമിയത്തിലുള്ളത്. ഈ പ്രീമിയത്തിൽ വാട്ടർ അബ്സോർബ് ചെയ്യില്ല. നമുക്ക് 24/7, അതായത് 24 മണിക്കൂറും പുറത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ പ്രീമിയം ബോർഡിൽ നമുക്ക് CNC കട്ട് ചെയ്യാം, പിന്നെ ഫെൻസിങ്ങിന് ഉപയോഗിക്കാം, എക്സ്റ്റീരിയർ വാള് ചെയ്യാം, വാൾ ക്ലാഡിങ് ചെയ്യാം. ഇതൊരു ബേസിക് മെറ്റീരിയലാണ്. നമ്മുടെ ഉപയോഗിക്കുന്ന ആളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്ലിക്കേറ്ററിന് ഐഡിയാസ് ഉണ്ടെങ്കിൽ എന്ത് അപ്ലിക്കേഷൻ വേണമെങ്കിലും ഇതിൽ ഡെവലപ്പ് ചെയ്യാൻ അറിയാവുന്ന നല്ലൊരു വർക്കറെ കൊണ്ട് ഇത് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വീട്ടിലേക്കുള്ള ഒരുവിധപ്പെട്ട പ്രൊഡക്റ്റുകളെല്ലാം, അതായത് ഇപ്പോൾ എക്സ്റ്റീരിയർ ആയിക്കോട്ടെ, ഇന്റീരിയർ ആയിക്കോട്ടെ, സീലിംഗ് ആയിക്കോട്ടെ, നമ്മളിപ്പോൾ പറഞ്ഞ ഈ ബാക്കിൽ വെച്ചിരിക്കുന്ന ഒരു ഷോവാൾ ആയിക്കോട്ടെ, നമ്മൾ എക്സ്റ്റീരിയർ പറഞ്ഞ പ്ലാങ്ക് ആയിക്കോട്ടെ, ഇതെല്ലാം ഒരൊറ്റ അണ്ടർ റൂഫ്, അതായത് ഒരു റൂഫിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ സാറേ, ഇനിയിപ്പോൾ നമ്മുടെ സർവീസ് നെറ്റ്വർക്ക് കമ്പനിയെക്കുറിച്ച് നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ പോലും കമ്പനിയെക്കുറിച്ച് നമ്മളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് 1985 തുടങ്ങിയ കമ്പനിയാണ് വിശാഖ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. ഞങ്ങൾക്ക് ഇന്ത്യയിൽ ഏകദേശം 13 സ്ഥലത്ത് ഞങ്ങൾക്ക് ഫാക്ടറികളുണ്ട്. വി ബോർഡിന് മാത്രമായിട്ട് ഇപ്പോൾ 3 ഫാക്ടറീസ് ഉണ്ട്. അടുത്തൊരു ഫാക്ടറി തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിനടുത്ത് ഉടുമൽപേട്ട് എന്ന സ്ഥലത്ത് ഇപ്പോൾ സെപ്റ്റംബർ ആദ്യവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിക്കും. കേരളത്തിലെ കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് 4 ഡെപ്പോ ഉണ്ട്. എറണാകുളത്ത്, പാലക്കാട്, കണ്ണൂർ, കൊല്ലം, ഇന്ന് 4 സ്ഥലത്ത് ഞങ്ങൾക്ക് ഡെപ്പോ ഉണ്ട്. 500-ലധികം ഡീലർമാരുണ്ട് ഞങ്ങൾക്ക്. 1000-ലധികം പരിചയസമ്പന്നരായ അപ്ലിക്കേറ്റേഴ്സും ഞങ്ങളുടെ ഈ വി ബോർഡ് എന്ന ഉൽപ്പന്നം മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എന്നോട് സഹകരിച്ച സമയം സാറിന് താങ്ക് യു സോ മച്ച്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വിശാഖ ഇൻഡസ്ട്രീസ് ലിമിറ്റഡിൻ്റെ വി ബോർഡ് വി പാനൽ, ഒരു പ്രൊഡക്റ്റ്, അതിന് ഒരുപാട് ആപ്ലിക്കേഷൻസ്. അതാണ് ശരിക്കും ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. ഇതുപോലുള്ള മികച്ച വീഡിയോസ് വരുന്ന ചാനലായിരിക്കും ഡോക്ടർ ഇൻറ്റീരിയർ. അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. പിന്നെ ദയവായി എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും ചെയ്യുക. മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും എത്തും. അതുവരേക്കും അജയ് ശങ്കർ സൈനിങ് ഓഫ്, ഡോക്ടർ ഇൻറ്റീരിയർ.